ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ആഴ്ചയിലെ ആദ്യത്തെ ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ടും RBI നമുക്ക് 25 ബേസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് ഉണ്ടായതുകൊണ്ട് മാർക്കറ്റ് പോസിറ്റീവായ രീതിയിലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അതിനുശേഷം യൂറോപ്യൻ മാർക്കറ്റുകളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളും തന്നെ ഉണ്ടായിട്ടില്ല. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം ഫ്രൈഡേ ക്ലോസ് ആയ നാസ്ഡാക്കും ഡോയും പോസിറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റിൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, 146 പോയിൻറ്റ്. ഫ്രാൻസും UK-യും ഫ്ലാറ്റായ രീതിയിൽ ക്ലോസ് നടത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഫ്ലാറ്റായ രീതിയിലാണ്, പ്രത്യേകിച്ചൊരു മൂവ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പ് ചെയ്ത് നാലാമത് കാണാം, $1300 ഉയർന്ന് 90636 നിൽക്കുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 26,333 നമുക്ക് ഉണ്ടായിരുന്ന ക്ലോസിങ്. ഏകദേശം അവിടെ തന്നെയാണ് നമ്മുടെ നിഫ്റ്റിയുടെ സ്പോട്ട് നിൽക്കുന്നത്. ഇത് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. PCR 1.2 ആണ്. കൂടുതൽ ആളുകൾ കോൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി 26,000 ഏറ്റവും കൂടുതൽ ആളുകൾ പുട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗ്രീൻ കളർ കാണാൻ സാധിക്കും. കോൾ ഷോർട്ട് ചെയ്തത് പുട്ട് ഷോർട്ട് ചെയ്തതിനേക്കാൾ താരതമ്യേന കുറവായതുകൊണ്ടാണ് PCR 1.2 ആയിട്ടുള്ളത്. എങ്കിലും കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 26,300, 400 എല്ലാം തന്നെ മേജർ റെസിസ്റ്റൻസ് സോണാണ്. ഇത് സെൻസിബിൾ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത ഓപ്പൺ ഇൻട്രസ്റ്റ് അല്ല. കാരണം നമുക്ക് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ന്യൂസുകൾ പറയാൻ ശ്രമിക്കാറ്. ഇത് അടുത്ത ആഴ്ചയിലുള്ള ഗ്ലോബൽ ഈവൻ്റാണ്. അത് US നിന്ന് എന്തൊക്കെയാണ് ഫാക്ടറി ഓർഡേഴ്സ്, 3 ഇയർ നോട്ട് ഓപ്ഷൻ ഉണ്ട്, ചൈനയുടെ ട്രേഡ് ബാലൻസ്, ജർമ്മനിയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അങ്ങനെ ഓരോ ദിവസത്തെ പ്രധാന ഡേറ്റകളുണ്ട്. ഇനി നമുക്ക് ഡിസംബർ 12 വരുമ്പോഴാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റകളെല്ലാം തന്നെ നമുക്ക് ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ലെൻസ്കാർട്ട് ഇവരുടെ 1 മന്ത് ലോക്കിൻ പീരീഡ് ഇന്ന് തീരുകയാണ്. ലോക്കിൻ പീരീഡ് തീരുമ്പോൾ സ്റ്റോക്ക് ഫോൾ ആകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അത് വിൽക്കാനായിട്ടുള്ള എലിജിബിലിറ്റി കിട്ടുമെന്ന് മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ പൈൻ ലാബ് കമ്പനിയും സമാനമായ രീതിയിൽ 1 മന്ത് ലോക്കിൻ പീരീഡ് തീരുകയാണ്. അപ്പോൾ അത്രയും സ്റ്റോക്കുകൾ വിൽക്കാനായിട്ട് എലിജിബിൾ ആവും. കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനി അവർ ഡെൻമാർക്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് ഒരു ഷിപ്പിംഗ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ബയോകോൺ ഫാർമ കമ്പനിയാണ്. പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. അശോക് ബിൽഡ്കോൺ കമ്പനി ഇവർക്ക് പുതിയൊരു 447 കോടി രൂപയുടെ ഓർഡർ ബീഹാർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. ജുബിലാൻഡ് ഫുഡ് വർക്ക് കമ്പനി ഇവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ജുബിലാൻഡ് ഫുഡ് വർക്ക് ഡൊമിനോസ് പിസയുടെ പ്രൊമോട്ടേഴ്സാണ്. ജെൻസി ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ കമ്പനിക്ക് ഒരു പുതിയ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അവർക്ക് 17 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. PC ജ്വല്ലേഴ്സ് അവർ പുതിയ റീറ്റെയിൽ ബ്രാൻഡ് തുടങ്ങുകയാണ്. 1000 റീറ്റെയിൽ ജ്വല്ലറി ഫ്രാഞ്ചൈസിയാണ് ഈ ഒരു ബ്രാൻഡിലൂടെ, സബ്സിഡിയറി ബ്രാൻഡിലൂടെ കമ്പനി വികസിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. GR ഇൻഫ്രാ പ്രൊജക്റ്റ് കമ്പനി 290 കോടി രൂപയുടെ ഓർഡർ അവർക്ക് ലഭിച്ചതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. ജെൻ ടെക്നോളജി കമ്പനിക്കും 120 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഡൈനാമാറ്റിക് ടെക് കമ്പനി ഒരു ഡസാൾട്ട് ഏവിയേഷനായിട്ട് സഹകരിച്ചിട്ട് ഒരു പുതിയ ബിസിനസ് ജെറ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ധാരണയായി. MTAR ടെക് കമ്പനി അവർക്ക് 194 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അശോക ബിൽഡ്കോൺ കമ്പനിയുടെ ന്യൂസ് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. HFCL കമ്പനിക്ക് $72 മില്യൺ ഓർഡർ അവർക്ക് US നിന്ന് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. SPML ഇൻഫ്രാ കമ്പനിക്ക് 207 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. അസൂർ മൾട്ടി പ്രൊജക്റ്റ് കമ്പനിക്ക് 234 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. റെയിൽടെയിൽ കമ്പനി 14 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. അതുപോലെ തന്നെ ശക്തി പമ്പ് കമ്പനി ഇവരുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഇടിവുണ്ടായതിൻ്റെ പ്രധാന കാരണം ഇവരുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. നമ്മളുടെ ടെലഗ്രാം ചാനലും നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. രണ്ടിൻ്റെയും ലിങ്ക് വീഡിയോയുടെ
ഫസ്റ്റ് കമൻറ്റിലുണ്ടാവും. ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക, സെർച്ച് ചെയ്യേണ്ട, ക്ലിക്ക് ചെയ്ത് മാത്രം നമ്മളെ ടെലഗ്രാമിലും നമ്മുടെ ഇൻസ്റ്റയിലും ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു ആൾ.